കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 39 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണം ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് വലിയൊരു പഠനമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പുസ്തകങ്ങൾ എഴുതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് ആളുകളെ ആത്മീയ പരിപോഷണത്തിന് സഹായിച്ച പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 3 പ്രധാനപ്പെട്ട അഭ്യാസങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത്. നേരം വെളുത്താൽ മോർണിംഗ് അവേഴ്സ്, 1 മണിക്കൂറല്ല, അവേഴ്സ് അദ്ദേഹം സ്പെൻഡ് ചെയ്തിരുന്നത് ഉപവാസം, പ്രാർത്ഥന, ബൈബിൾ വായന. ഈ 3 കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നത്. ആവശ്യത്തിലേറെ ഉപവാസം നടത്തി, അതുപോലെ തന്നെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നു. ബൈബിൾ വായന, ദൈവവചന വായന, ഇതില്ലാതെ ഒരു ദിവസം പോലും കടത്തിവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഈ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മൗത്ത്ഡ്, അദ്ദേഹത്തിൻ്റെ വായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് സ്വർണമായിട്ട് കാണണം, തനി തങ്കമായിട്ട് കാണണം. കാരണം അത്ര വിശിഷ്ടമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ടത്. ഇനി വിശുദ്ധൻ ഒരുപാട് സഹനത്തിലൂടെ പല പ്രാവശ്യം പുള്ളിയെ നാട് കടത്തി, അതുപോലെ തന്നെ പുള്ളി പട്ടിണി, തണുപ്പ്, ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊന്നും മനസ്സ് മടുക്കാതെ കണ്ട്, വിശ്വാസം ക്ഷയിക്കാതെ കണ്ട് ജീവിതത്തിൽ മുന്നേറിയ വ്യക്തിയാണ് ഈ വിശുദ്ധൻ. അദ്ദേഹം ബലി അർപ്പിക്കുമ്പോൾ നിരവധി മാലാഖമാർ വന്ന് അസിസ്റ്റ് ചെയ്തതായിട്ട് മറ്റ് വിശുദ്ധർക്കൊക്കെ കാണാൻ പറ്റിയതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ശരിക്കും വിശുദ്ധ ബലിയർപ്പണം നടത്തുമ്പോൾ മാലാഖമാർ അവിടെ വരുന്നു. ഒരു പുരോഹിതനെ ബലിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവരെ മാലാഖമാർ സഹായിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ 2 വായനകളുടെയും വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളെയും ശിഷ്യപ്പെടുത്തുക. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ശിഷ്യപ്പെടുത്തുക. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് എവറി നേഷൻ. ഇനി ശിഷ്യത്വം ശിരസ വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചിലർ അതിലേക്ക് എത്താനായിട്ട് താല്പര്യപ്പെടാത്തത്, അതിന് പരിശ്രമം നടത്താത്തത്. കാരണം അതിന് വില കൊടുക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ കുടുംബത്തിൽ 6 മക്കളുണ്ട്. ഒറ്റയാൾ പോലും ഒരു ജോലിയില്ല, ഒറ്റയാൾ പോലും ഒരു പണിയെടുക്കത്തില്ല. അങ്ങനെ യാതൊരു വിധത്തിലും കുടുംബത്തിന് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ 6 or 7 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. ചിലപ്പോൾ അതിൽ ഒരാൾ അധ്വാനിച്ച് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച് ആ കുടുംബാംഗങ്ങളെ പോറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഈ 5-6 പേരെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവശ്യമായൊരു കാര്യം.
ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷേ ഒറ്റയാൾ പോലും ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടില്ല. അത്യാവശ്യത്തിന് പ്രാർത്ഥനയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, പള്ളി പോക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു കുടുംബത്തിന് വലിയ ഉപകാരം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിന് ഒരു ശ്രേയസ് വരണമെന്നില്ല. ശിഷ്യത്വം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ 2 വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവസ്നേഹാഗ്നി ജ്വലിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നി അതിങ്ങനെ ജ്വലിച്ചു നിന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഉപവാസം മനസ്സ് മടുക്കാതെ മുഖം വാടാതെ കണ്ട് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇരുന്ന് ബൈബിൾ വായിക്കാനും അത് ധ്യാനിക്കാനും അതേക്കുറിച്ച് എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജ്വലിച്ചിരുന്നു. നമ്മുടെ ആണേലും ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നത്തില്ല, ബൈബിൾ വായനയിൽ നമുക്ക് മടുപ്പ് തോന്നത്തില്ല. അതുപോലെ തന്നെ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വീഴ്ച വരത്തില്ല. ശരിക്കും ഈ അഗ്നി നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ആദ്യ വായനയിലൂടെ നമ്മൾ കണ്ടു. പൗലോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ എല്ലാവരെയും നേടേണ്ടതിന്, കുറച്ച് പേരെയെങ്കിലും ആ ഒരു കാര്യത്തിൽ വിജയിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുന്നു. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചിലർ അവരുടെ കാര്യമല്ലാതെ വീട്ടിലുള്ളവരുടെ കാര്യം പോലും അവർ മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ കാര്യം, എനിക്ക് സമയത്ത് ഭക്ഷണം കിട്ടണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണം, മറ്റാരും ആ ഒരു കാര്യത്തിൽ ഒരു തടസ്സമാകരുത്. അങ്ങനെ ഞാൻ എൻ്റെ സുഖം, അങ്ങനെ ജീവിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമോ? അവരുടെ തന്നെ ആത്മാവ് രക്ഷപ്പെടുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പൗലോസ്ലീഹ പറയാണ്, കുറച്ച് പേരെയെങ്കിലും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന്. ഇത്രയും വൻകാര്യങ്ങൾ ചെയ്തിട്ടും പൗലോസിൻ്റെ മനോഭാവം അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് അഹങ്കരിക്കാൻ വകയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ജീവിക്കാതെ വീട്ടുകാരെക്കുറിച്ച് കുറച്ച് കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലക്ക് ആകപ്പാടെ എൻ്റെ വീട്ടുകാരത്ര ഉള്ളു. എന്നാലും അത്ര ഉണ്ടെങ്കിൽ പോലും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ജീവിക്കുന്നതെല്ലാം, ഞാനിതെല്ലാം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ബഹുമാനം, അതുപോലെ തന്നെ ഒരു പ്രശംസ ഇതൊക്കെ തരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇതൊന്നും നോക്കാതെ കണ്ട് എനിക്കെന്തെല്ലാം ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ നേടാൻ, ആത്മാക്കളെ നേടാൻ എനിക്കെന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് ഇന്നത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമുക്ക് എളിമ എന്ന പുണ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുണ്യങ്ങളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത് എളിമയാണ്. അത് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണേലും, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴാണേലും, പ്രാർത്ഥിക്കുമ്പോഴാണേലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ എളിമയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തെ സമീപിക്കുമ്പോൾ, പ്രാർത്ഥനയെ സമീപിക്കുമ്പോൾ അതിനടിസ്ഥാനമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത് എളിമയാണ്. എളിമയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. എളിമയോടെ ജീവിച്ചാൽ അവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധരൊക്കെ ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ഇതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകളിലെല്ലാം ഉയർച്ച വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൺവെൻഷൻ്റെ ഒരുക്കമായിട്ട് നടത്തുന്ന ധ്യാനം, പ്രേക്ഷിതരായിട്ടുള്ളവരെല്ലാം അതിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. അതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ഈ ഒരു എളിമയോടെ, അഭിഷേകത്തോടെ, ദൈവസ്നേഹാഗ്നി അവരിൽ ജ്വലിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം മറ്റൊരു കാര്യം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ പൊടിയെടുക്കാൻ പോകുന്നതിന് മുമ്പ്
നിൻ്റെ കണ്ണിലെ തടിയെടുത്ത് മാറ്റാൻ നീ തയ്യാറാവുക. അത് കഴിയുമ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ പൊടിയെടുക്കാൻ നിനക്ക് കുറച്ചുകൂടി സാധ്യത വരും. നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡാണ്. എൻ്റെ കാര്യം അതിന് ഇഷ്ടം പോലെ ന്യായീകരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കും. എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, അതിനെല്ലാം ന്യായീകരണം നമ്മൾ കണ്ടുപിടിക്കും. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വെരി സ്ട്രിക്റ്റ്. അവരുടെ കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പിടിക്കും. എന്തുകൊണ്ട് 1 മിനിറ്റ് ലേറ്റായി, അതുപോലെ നമ്മൾ ചിലപ്പോൾ ചോദിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറായെന്ന് വരും. പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മളെ പെർഫെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായാൽ ഒരുപാട് നമ്മൾ മറ്റുള്ളവരുടെ പുറകെ നടന്ന് അവരെ തിരുത്തേണ്ട കാര്യം പോലും വരത്തില്ല. ഞാൻ പരിപൂർണത ലക്ഷ്യം വെച്ച് ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് എന്നെ നോക്കി പഠിക്കാൻ പറ്റും. എൻ്റെ വാക്ക് കേട്ടല്ല, എൻ്റെ ജീവിതം കണ്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാക്ഷ്യ ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിനക്ക് തെറ്റുകളും കുറവുകളും ഉള്ളിടത്തോളം കാലം മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ, താറടിച്ച് സംസാരിക്കാൻ ഒരവകാശം നിനക്കില്ല. മറ്റൊരാളെ വിധിക്കാനുള്ള അവകാശം നിനക്ക് വരുന്നത് നീ കുറ്റമറ്റവനായി ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമോ? യോഹന്നാൻ ശ്ലീഹ പറയണത്, എനിക്ക് പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയായിത്തീരും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിധിക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്ന ഒരു കാര്യം നല്ലതാണ്. എൻ്റെ കണ്ണിൽ തടി വെച്ചോണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ കണ്ണിലെ പൊടിയെടുക്കാൻ നോക്കുന്നത്. അത് ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.